ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ട്യൂബിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലത്തെ എന്തായാലും നമുക്ക് A+ കിട്ടാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി എക്സാമിന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് A+ ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായാലും പഠിക്കേണ്ട ഹൈബ്രിഡൈസേഷനാണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇൻ്റർമിക്സിങ് ഓഫ് എന്ന് തുടങ്ങുന്നത് അത് പഠിക്കുക. പിന്നെ SP2, SP3, SP3D2, SP3D അതൊക്കെ എന്ന് കൃത്യമായിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് അടക്കം കൃത്യമായിട്ട് തന്നെ പഠിക്കാം. പിന്നെ ബോണ്ട് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഡെഫിനിഷനും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. പിന്നെ VSEPR തിയറിൻ്റെ 3 പോസ്റ്റുലേറ്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ 2 അധികം എഴുതാൻ ചോദിക്കാറ്, പക്ഷേങ്കിൽ ഒന്ന് എക്സ്ട്രാ നമ്മൾ ഒരിക്കലും മാർക്ക് വരുന്നത് എന്നുള്ള ഇതിലൂടെ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള 3 സെലക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ PCl5, H2O, Ne2 അതിൻ്റെയൊക്കെ He2 അതിൻ്റെയൊക്കെ ഒന്ന് മെയിനായിട്ടുള്ള ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. PCl5 എന്തുകൊണ്ട് ഹൈലി റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ജോമെട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കണം കേട്ടോ, അത് പ്രത്യേകം പറയണ്ടെന്ന് തോന്നും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് ഓരോന്നിൻ്റെയും ഒരു സ്പെഷ്യാലിറ്റി അതൊന്ന് പഠിക്കാം. പിന്നെ H2O എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ H2S എന്തുകൊണ്ട് ആ രീതിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു രീതിക്ക്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാനുള്ള ഡൈപോൾ മൊമെൻ്റ് ആണ്, അത് പഠിക്കാം. പിന്നെ NF3 കാട്ടി കൂടുതൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി എഴുതാം, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഒരു റീസൺ വരുന്നത്. പിന്നെ MOTൻ്റെത് അധികം ചോദിക്കാറില്ല, എങ്കിലും നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട. തീർച്ചയായിട്ടും MOTൻ്റെ ഒരു 2-3 എന്തായാലും പഠിച്ച് സിമ്പിളായിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. അപ്പോൾ ചാൻസ് റൂളും മറക്കാണ്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ A+ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അഥവാ ഒരു കെമിസ്ട്രി എക്സാം നോർമലിന് മാറി വളരെ ടഫാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് A+ നഷ്ടപ്പെടണമെങ്കിൽ അങ്ങനെ ടഫ് ആക്കുവാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് നമ്മൾ കയറി നോക്കാം. അപ്പോൾ താങ്ക് യു.